എനിക്ക് രാവിലെ തന്നെ ഭയങ്കര ഫീലിംഗ് ആയ സംഗതിയായിട്ട് ഞാനിന്ന് രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ സുഹൃത്തിനോട് വിളിച്ചിട്ടുണ്ട് നമ്മൾ ഗൾഫിൽ നിന്ന് വിളിക്കണം. അപ്പോൾ ചോദിച്ചു എന്താ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഇന്നലത്തെ ബിരിയാണി ചൂടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു പൊയ്ക്ക ചേർന്നെ പണ്ടാറ ഞാനിവിടെ രാവിലത്തെ കട്ടൻ ചായയും വലിച്ചുടിച്ചാണ്ട് പോകുന്നതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ സമ്മതിക്കണം. അവനാൻ്റെ നാടും വീടൊക്കെ വിട്ട് കൊല്ലങ്ങളോളം അന്യ നാട്ടിൽ പോയി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയില്ല. എനിക്ക് 4 ദിവസം പരിന്ന് മാറിനാൽ തന്നെ എനിക്ക് പരിഹരിക്കണം വീട്ടുകാരെ കാണണം എന്നുള്ളൊക്കെ ഒരു ഇതാണ് മൂമെൻറ്റാണ്. ഇവർ 8-10 കൊല്ലമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഒരാളൊരു ആയുസ് മുഴുവൻ ഇവർ അന്യ നാട്ടിൽ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കണം വരെയൊക്കെ. എന്നാൽ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവർക്ക് അതിനുള്ള എന്താ പറയുക നിലയും വലിയ നാട്ടിലുണ്ടോ ചോദിച്ചാൽ അതില്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു രാവിലെ ക്ലാസ് കട്ടൻ ചായയും വലിച്ചിടിച്ച് പോകുന്നതാണ്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കണേ ഓലെ പൈസ കൊണ്ട് നമ്മളിവിടെ 4 നേരം തിന്നുമ്പോഴേ സത്യം പറഞ്ഞാൽ ഓലൊക്കെ നാളെ കുറ്റിയും പറിച്ച് പോരാണെന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന നമ്മളെ ബിൽഡപ്പൊക്കെ ഓലെ കായ്മലാണ് നമ്മളൊക്കെ കിടന്ന് തെളിയുന്നത്. എന്തായാലും നമ്മളെ മുത്താളൊക്കെ ജോലിയിൽ പഠിച്ചോനെ ബർക്കത്ത് കൊടുക്കട്ടെ. അസുഖമൊന്നും ഇല്ലാതെ നല്ല കോലത്തിൽ കുടുംബത്തിലൊക്കെ പഠിച്ചോ ബർക്കത്തും ദീർഘായുസ്സൊക്കെ കൊടുക്കട്ടെ. ഒരു നാട്ടിൽ വന്നാലും തട്ടി കളിച്ചത് ഓലൊക്കെ നല്ല പരിഗണിക്കട്ടോ. മാക്സിമം കായ് ആത്തുമ്പോഴേ ആരും ഇട്ടൊന്നും പോകരുത്.